ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കോഴിമുട്ട വാങ്ങിച്ചപ്പോഴേ അതിൽ ഒരു 3 മുട്ടയ്ക്ക് മേപ്പെട്ട് കോഴിമുട്ടയുടെ മേലെ ഇങ്ങനെ മുത്തി പോലെ അങ്ങനെ അടച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച പോലെ നോക്കിയേ, ഇതിൽ കാണാനില്ലേ ശരിക്കും ഇതുപോലെ 3 മുട്ടയുടെ മീതെ അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ ഇങ്ങനെ കണ്ടപ്പോഴേക്ക് ആകെ ഡൗട്ടായി. അപ്പോൾ ഞാനതൊന്ന് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ കോഴിമുട്ട വാങ്ങിച്ച് പുഴുങ്ങിയപ്പോൾ ശരിക്കും നമ്മളെ എന്താ പറയുക പന്തില്ലേ, പ്ലാസ്റ്റിക് പന്ത്, സ്പോഞ്ച് പോലത്തെ ഒരു തരം പന്തുണ്ടല്ലോ, കൈ വെച്ച ചമ്മന്തി പോലെ ഇങ്ങനെ ആവണ പന്ത്, അതുപോലത്തെ പോലെ പുഴുങ്ങി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു തരം അങ്ങനെ ഇതായിട്ടുള്ളത് ശരിക്കും കോഴിമുട്ട പുഴുങ്ങിയ പോലെയല്ലേ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കാര്യമൊക്കെയില്ല, ഞാനത് കണ്ടപ്പോഴേക്കൊരു ബുദ്ധിമുട്ടായ കാരണം ഇങ്ങനെ കളഞ്ഞ്. അപ്പോൾ ഞാൻ ഇതെടുത്തപ്പോൾ ഒന്ന് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇതിൽ പച്ചവെള്ളമാണ് കാണുന്നത്, വെള്ളം പോലെ കണ്ടില്ലേ. കുറച്ച് യെല്ലോയുടെ ഇതുണ്ട്, അതിൽ കുറച്ച് മാത്രം ഇങ്ങനെ കോഴിമുട്ടയുടെ ഒരു ഇതുപോലെ, പിന്നെയൊക്കെ വെള്ളം പൊട്ടിച്ച് വെള്ളമാണ് ആദ്യം പോണത്. പിന്നെ ഇങ്ങനെ തന്നെ കോഴിമുട്ട ഞാൻ കണ്ടിട്ടില്ല, കോഴിമുട്ടയിൽ ഇങ്ങനെ വെള്ളം നിറച്ചതായിട്ട്. എനിക്കതിനാകെ അതിശയായിപ്പോയി. എന്താ രണ്ടാമത്തതും ഞാൻ പൊട്ടിച്ച് കണ്ടില്ല. അങ്ങനെ ആദ്യം വെള്ളം വരുന്നത് നിറച്ച്, പിന്നെയാണ് നമ്മുടെ ആദ്യം വൈറ്റ് വീണ് കഴിഞ്ഞിട്ടെങ്കിലും വൈറ്റിന് ഒരു ഇതില്ലേ, പക്ഷേ ആ പച്ചവെള്ളം പോലെയാണ് ഇതുള്ളത്, രണ്ടിലും പച്ചവെള്ളം പോലെ. ഞാനത് പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ വെറുതെ ഓയിൽ ഇതൊന്നും കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓംലേറ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. ഇത് കണ്ടപ്പോൾ നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരുപാട് ഫേക്ക് കോഴിമുട്ടകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇനി വാങ്ങുമ്പോൾ. മൂന്നാമത്തെ മുട്ട പൊട്ടിച്ചപ്പോൾ സെയിം അതേപോലെ തന്നെ വെള്ളം ഒരു ഭാഗത്ത് നിൽക്കണം, നിങ്ങൾക്ക് തന്നെ കാണുന്നില്ലേ, വെള്ളം വേറെ, ഇങ്ങനെ കോഴിമുട്ടയുടെ ഇത് വേറെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. അങ്ങനെയായിട്ട് മുട്ട കിട്ടുകയാണെങ്കിൽ കളഞ്ഞോളൂ.